കണ്ടാ ഹാപ്പി ആയിട്ട് ചിരിക്കാൻ തോന്നുമെങ്കിലും ഉള്ളിലെ മാനസികാവസ്ഥ അതൊന്നുമല്ല. ഹസ്ബൻഡ് നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ചിരുന്ന ഫോട്ടോ ഫ്രെയിം കുറച്ചും കൂടി നല്ല രീതിയിൽ സൂക്ഷിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ 8 നിലയിലുള്ള ഇതുപോലെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചില്ല് മാത്രമൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു ഫ്രെയിം മൊത്തം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഇത് എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുപോയി കളഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തായാലും ഇത് കളയാൻ തോന്നിയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നി. ആ ഒരു രാത്രിയിൽ ഒറ്റ ഇരിപ്പിൽ ഇരുന്നിട്ട് തന്നെ വന്ന ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ എന്തായാലും ഇത് ചെയ്തിട്ട് ഉറങ്ങുള്ളൂ എന്നുള്ള വാശിയിൽ അങ്ങനെ തുടങ്ങിയതായിരുന്നു. അപ്പൊ ഒരു ഹോം എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കാന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പൊ അതാ ഇതുപോലെ ഇങ്ങനെ ഓരോ ലെറ്റേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ഞാൻ ഇതുപോലെ കറക്റ്റ് ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കാർഡ്ബോർഡ് പീസിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ പരമാവധി ഇതുപോലെ 2 സൈഡ് ടേപ്പൊക്കെ കുറെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലയിൽ കിളി പോയിരിക്കുന്ന സമയത്ത് കൂടുതലൊന്നും ചിന്തിക്കരുത്. ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു വി പോലത്തെ സംഭവം ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് തോന്നിയത് ഈ ഒരു സംഭവം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ എന്ന്. അപ്പൊ അതൊന്നുള്ള ഷേപ്ഡ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു സമയം മാത്രം മതി കേട്ടോ.